മീനിപ്പോൾ 1-2 തവണ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഞാനൊരു 1/4 ഭാഗം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മീൻ പാനിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ ഒരു സൈഡിൽ ഒരു പകുതി സവാളയും ഒരു 7-8 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി വന്നാൽ മതി, ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വാടി വന്നാൽ നമുക്കിത് മീനുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മീനും സവാളയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞു തുടങ്ങിയാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള വറ്റൽമുളകും പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും പിന്നെ ഒരു 1/4 കപ്പ് ചിരവിയ തേങ്ങ നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. പിന്നെ നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ മീനൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് നമുക്ക് മൊരിഞ്ഞ് കിട്ടും. മീൻ നന്നായിട്ട്